ദ്രോണ കോച്ചിങ് 2026 സ്വാഗതം. അപ്പോൾ ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് രക്തത്തെക്കുറിച്ചാണ്, ഹ്യൂമൻ ബ്ലഡിനെ കുറിച്ച് ആണ്. ജീവന്റെ നദി എന്നാണ് രക്തത്തെ അറിയപ്പെടുന്നത്. രക്തത്തെ വിശേഷിപ്പിക്കുന്നത് ജീവന്റെ നദി എന്നാണ്. രക്തത്തെക്കുറിച്ചുള്ള പഠനത്തെ ഹീമറ്റോളജി എന്നാണ് അറിയപ്പെടുന്നത്. രക്തത്തെക്കുറിച്ചുള്ള പഠനത്തെ ഹീമറ്റോളജി എന്നാണ് അറിയപ്പെടുന്നത്. ആരോഗ്യവാനായ ഒരു മനുഷ്യന്റെ ശരീരത്തിൽ 5 മുതൽ 6 ലിറ്റർ വരെ രക്തം കാണും. 5 ലിറ്റർ മുതൽ 6 ലിറ്റർ വരെ രക്തമാണ് ഒരു ആരോഗ്യവാനായ മനുഷ്യന്റെ ശരീരത്തിൽ കാണുന്നത്. രക്തത്തിന് ചുവപ്പ് നിറം നൽകുന്ന വർണ്ണകം ഹീമോഗ്ലോബിൻ ആണ്. ഹീമോഗ്ലോബിൻ ആണ് രക്തത്തിന് ചുവപ്പ് നിറം നൽകുന്നത്. ഹീമോഗ്ലോബിന്റെ അടിസ്ഥാന ഘടകം അമിനോ ആസിഡുകൾ ആണ്. ഹീമോഗ്ലോബിന്റെ അടിസ്ഥാന ഘടകം അമിനോ ആസിഡുകൾ ആണ്. ചുവന്ന രക്താണുക്കളിൽ അല്ലെങ്കിൽ അരുണ രക്താണുക്കളിലാണ് ഹീമോഗ്ലോബിൻ കാണപ്പെടുന്നത്. ഹീമോഗ്ലോബിൻ കാണപ്പെടുന്നത് ചുവന്ന രക്താണുക്കളിലാണ്, അരുണ രക്താണുക്കളിൽ ആണ്. രക്തം കട്ട പിടിക്കുന്നതിനെടുക്കുന്ന സമയം എന്ന് പറയുന്നത് 3 മുതൽ 4 മിനിറ്റ് വരെ ആണ്. അപ്പൊ ഈ ഹീമോഗ്ലോബിന്റെ അളവ് എന്ന് പറയുന്നത്, തോത് എന്ന് പറയുന്നത്, പുരുഷന്മാരിൽ 100 ml രക്തത്തിൽ 14.5 ഗ്രാമും സ്ത്രീകളുടെ രക്തത്തിൽ 13.5 ഗ്രാമും ആണ് 100 ml രക്തത്തിൽ ഹീമോഗ്ലോബിന്റെ അളവ്. നമ്മൾ പറഞ്ഞു രക്തം കട്ടിപിടിക്കാൻ എടുക്കുന്ന സമയം 3 മുതൽ 4 മിനിറ്റ് വരെ ആണ്. രക്തത്തിന്റെ pH മൂല്യം എന്ന് പറയുന്നത് 7.4 ആണ്. മനുഷ്യ ശരീരത്തിൽ രക്തം കട്ടിപിടിക്കാതിരിക്കാൻ സഹായിക്കുന്നത് ഹെപ്പാരിൻ എന്ന് പറയുന്ന ഘടകമാണ്. ഹെപ്പാരിൻ ആണ് രക്തം കട്ടിപിടിക്കാതിരിക്കാൻ മനുഷ്യ ശരീരത്തിൽ സഹായകമായി തീരുന്നത്. എന്നാൽ കുളയട്ടകളിൽ രക്തം കട്ടിപിടിക്കാതിരിക്കാൻ സഹായിക്കുന്നത് ഹിരുഡിൻ എന്ന് പറയുന്ന ഘടകമാണ്. ഹിരുഡിൻ ആണ് കുളയട്ടകൾ. എന്നാൽ രക്തബാങ്കുകളിൽ രക്തം കട്ടിപിടിക്കാതെ സൂക്ഷിക്കുന്നതിന് ഉപയോഗിക്കുന്നത് സോഡിയം സിട്രേറ്റ് എന്ന് പറയുന്ന ഘടകമാണ്. സോഡിയം സിട്രേറ്റ് ആണ് അതിനുവേണ്ടി ഉപയോഗിക്കുന്നത്, രക്തം കട്ടിപിടിക്കാതിരിക്കാൻ രക്തബാങ്കുകളിൽ ഉപയോഗിക്കുന്നത്. അതുപോലെ രക്തബാങ്കുകളിലെ രക്തം സൂക്ഷിക്കുന്നത് 4 ഡിഗ്രി സെൽഷ്യസ് താപനിലയിൽ ആണ്. രക്തബാങ്കുകളിൽ രക്തം സൂക്ഷിക്കുന്നത് 4 ഡിഗ്രി സെൽഷ്യസിൽ ആണ്. രക്തബാങ്കുകളുടെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്നത് ചാൾസ് റിച്ചാർഡ് ട്രൂ ആണ്. ചാൾസ് റിച്ചാർഡ് ട്രൂവിനെയാണ് രക്തബാങ്കുകളുടെ ഉപജ്ഞാതാവ് എന്ന് അറിയപ്പെടുന്നത്. ഇനി അടുത്തതായി നമുക്ക് മനസ്സിലാക്കാനുള്ളത് രക്തത്തിലെ 2 ഘടകങ്ങൾ പ്ലാസ്മയും രക്തകോശങ്ങളുമാണ്. ഇതിൽ പ്ലാസ്മയെ കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ പ്രതിപാദിക്കുന്നത്. രക്തത്തിലെ ദ്രാവക ഘടകങ്ങളാണ് പ്ലാസ്മ എന്ന് അറിയപ്പെടുന്നത്. രക്തത്തിലെ ദ്രാവക ഘടകമാണ് പ്ലാസ്മ. രക്തത്തിലെ 55% പ്ലാസ്മയും 45% രക്തകോശങ്ങളും ആണ്. പ്ലാസ്മ 55%, രക്തകോശങ്ങൾ 45%. ഈ പ്ലാസ്മയിൽ തന്നെ 90% ജലമാണ്. ബാക്കി 10% പ്ലാസ്മ പ്രോട്ടീനുകളും മറ്റു ഘടകങ്ങളുമാണ്. പ്ലാസ്മ പ്രോട്ടീൻ 8%, മറ്റു ഘടകങ്ങൾ 2%.
അപ്പോൾ പ്ലാസ്മയിൽ 90% ജലമാണ്, 10% പ്ലാസ്മ പ്രോട്ടീനും മറ്റ് ഘടകങ്ങളും അടങ്ങിയിരിക്കുന്നു. 8% പ്ലാസ്മ പ്രോട്ടീൻ. ഇനി അടുത്തത് പ്ലാസ്മ പ്രോട്ടീനുകൾ ഏതൊക്കെയാണ് എന്ന് മനസ്സിലാക്കണം. ആൽബുമിൻ, ഗ്ലോബുലിൻ, ഫൈബ്രിനോജൻ എന്നിവയാണ് പ്ലാസ്മ പ്രോട്ടീനുകൾ. ഇതിൽ രക്തസമ്മർദ്ദത്തെ നിയന്ത്രിക്കാൻ സഹായിക്കുന്നത് ആൽബുമിൻ ആണ്. എന്നാൽ ആൻറ്റിബോഡി ആയിട്ട് പ്രവർത്തിക്കുന്നത്, ശരീരത്തിൽ ആൻറ്റിബോഡി ആയിട്ട് പ്രവർത്തിക്കുന്നത് ഗ്ലോബുലിൻ ആണ്. ഇനി മനുഷ്യ ശരീരത്തിൽ രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന പ്രോട്ടീൻ എന്ന് പറയുന്നത്, പ്ലാസ്മ പ്രോട്ടീൻ എന്ന് പറയുന്നത് ഫൈബ്രിനോജൻ ആണ്. അപ്പോൾ പ്ലാസ്മ പ്രോട്ടീൻ 3 എണ്ണമാണ്: ആൽബുമിൻ, ഗ്ലോബുലിൻ, ഫൈബ്രിനോജൻ. ഇതിൽ രക്തസമ്മർദ്ദം നിയന്ത്രിക്കാൻ സഹായിക്കുന്നത് ആൽബുമിനും, ആൻറ്റിബോഡി ആയിട്ട് പ്രവർത്തിക്കുന്നത് ഗ്ലോബുലിനും, രക്തം കട്ടിപിടിക്കാൻ സഹായിക്കുന്നത് ഫൈബ്രിനോജനും ആണ്. ഇനി രക്തം കട്ടിപിടിക്കാൻ നമ്മുടെ ശരീരത്തിൽ ഒരു ലോഹം സഹായിക്കുന്നുണ്ട്, അത് കാൽസ്യം ആണ്. അതുപോലെ രക്തം കട്ടിപിടിക്കാൻ സഹായിക്കുന്ന ഒരു ജീവകമുണ്ട്, ജീവകം K ആണ് അത്. ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. ഇനി രക്തകോശങ്ങളാണ് പഠിക്കാനുള്ളത്. രക്തകോശങ്ങൾ അസ്ഥി മജ്ജയിലാണ് രൂപം കൊള്ളുന്നത് എന്ന് നമുക്ക് അറിയാം. അപ്പോൾ ഈ രക്തകോശങ്ങളെ കുറിച്ച് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഇതിൽ വരാവുന്ന ചോദ്യങ്ങൾ: രക്തം ജീവന്റെ നദി എന്നറിയപ്പെടുന്നത് എന്താണ്? രക്തത്തിന് ചുവപ്പ് നിറം നൽകുന്ന വസ്തു ഏത്? ഹീമോഗ്ലോബിൻ. ഹീമോഗ്ലോബിന്റെ അടിസ്ഥാന ഘടകം ഏത്? അത് അമിനോ ആസിഡുകൾ. രക്തം കട്ടപിടിക്കാൻ എടുക്കുന്ന സമയം 3 മുതൽ 4 മിനിറ്റ് വരെ. മനുഷ്യ ശരീരത്തിലെ രക്തത്തിന്റെ അളവ് 5 മുതൽ 6 ലിറ്റർ വരെ. മനുഷ്യ ശരീരത്തിൽ രക്തം കട്ടിയാകാതിരിക്കാൻ സഹായിക്കുന്ന ഘടകം ഹെപ്പാരിൻ. കുളയട്ടകളിൽ ഹെറിഡിൻ. അതുപോലെ രക്തബാങ്കുകളിൽ രക്തം സൂക്ഷിക്കുമ്പോൾ അത് കട്ടിയാകാതെ സൂക്ഷിക്കുന്നതിന് സഹായിക്കുന്നത് അല്ലെങ്കിൽ ഉപയോഗിക്കുന്നത് എന്താണെന്ന് ചോദിക്കും. സോഡിയം സിട്രേറ്റ് ആണ്. രക്തബാങ്കുകളുടെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ചാൾസ് റിച്ചാർഡ് ഡ്രൂ ആണ്. അതുപോലെ രക്തത്തിലെ ദ്രാവക ഘടകം എന്താണ്? പ്ലാസ്മ. ആൽബുമിൻ എന്തിനാണ് സഹായിക്കുന്നത് എന്ന് ചോദിക്കാം. അത് രക്തസമ്മർദ്ദം നിയന്ത്രിക്കുന്നതിന്. ഗ്ലോബുലിൻ സഹായിക്കുന്നത് ആൻറ്റിബോഡി ആയിട്ട് ആണ്. ഫൈബ്രിനോജൻ സഹായിക്കുന്നത് രക്തം കട്ടിപിടിക്കാൻ. അപ്പോൾ ഇതൊക്കെ പ്രധാന ചോദ്യങ്ങൾ ആണ്. അതുപോലെ രക്തം കട്ടിപിടിക്കാൻ സഹായിക്കുന്ന ലോഹം കാൽസ്യവും ജീവകം കെയുമാണ്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് രക്താണുക്കളെ കുറിച്ച് പഠിക്കണം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, ആദ്യമായി കാണുന്നവരുമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും പ്രോത്സാഹിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു.